തിരുവനന്തപുരത്ത് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ അശ്ലീല മെസ്സേജുകൾ അയച്ച മദ്രസാധ്യാപകരെതിരെ നടപടി. ഭീമാപ്പള്ളി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ജവഹർ മദ്രസയിലെ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. പെൺകുട്ടികൾക്ക് അശ്ലീല വീഡിയോയും മെസ്സേജും അയച്ചത് ജനം TV വാർത്തയാക്കിയതിന് പിന്നാലെയാണ് നടപടി. ജനം ഇംപാക്ട് വിശദാംശങ്ങൾ നൽകാൻ ശാലിനി ചേരുകയാണ്. ശാലിനി, ജനം TV വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ തന്നെയാണ് അധികൃതർക്ക് നടപടി സ്വീകരിക്കേണ്ടി വന്നിരിക്കുന്നത്. ഏത് തരത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്? മറ്റ് വിശദാംശങ്ങൾ കൂടി. KP ഷമീർ അൻസാരി എന്ന് പറയുന്ന മദ്രസ അധ്യാപകൻ ഉസ്താദ്, അദ്ദേഹം കുറേ നാളായി 12 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളെ കണ്ടുപിടിക്കുകയും ഈ പെൺകുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കാം, അത് ഓൺലൈനായി പഠിപ്പിക്കാമെന്ന വ്യാജേന ഇവരുടെ ഫോൺ നമ്പറുകളൊക്കെ ശേഖരിക്കുകയും ഫേസ്ബുക്കിലേക്ക് മെസ്സേജ് ID-കൾ വാങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഈ പെൺകുട്ടികൾക്ക് സമയം കെട്ട സമയത്തൊക്കെ അശ്ലീല മെസ്സേജുകളും വീഡിയോകളും ഒക്കെ അയക്കുക, ഒപ്പം തന്നെ ചില വീഡിയോ ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തതിന് ശേഷം അതേപോലെ ചെയ്യാനായി പറയുക. അങ്ങനെ നിരവധി പെൺകുട്ടികളുടെ മാതാപിതാക്കളാണ് പരാതികളുമായി രംഗത്തെത്തിയത്. പക്ഷേ ഈ പരാതികൾ എത്തിയിട്ടും പരാതിയിന്മേൽ നടപടിയെടുക്കാൻ ഭീമാപ്പള്ളി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി നടപടി സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. ജവഹർ മദ്രസയിലെ അധ്യാപകനാണ് ഈ ഷമീർ അൻസാരി എന്ന് പറയുന്ന അധ്യാപകൻ. ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ജനം TV വാർത്ത നൽകിയിരുന്നു ഇന്ന് രാവിലെ മുതൽ തന്നെ. ഈ വാർത്തയെ തുടർന്ന് ഇപ്പോൾ ഈ ജമാഅത്ത് കമ്മിറ്റി നടപടി സ്വീകരിച്ചിരിക്കുന്നു. അധ്യാപക സ്ഥാനത്ത് നിന്നും മദ്രസയിലെ അധ്യാപകൻ എന്ന സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ജമാഅത്ത് കമ്മിറ്റി നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ പൂന്തുറ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ നിരവധി പെൺകുട്ടികളുടെ മാതാപിതാക്കന്മാർ പരാതി നൽകിയിരുന്നു. ഈ പരാതിയിന്മേൽ പൂന്തുറ പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുകയാണ്. FIR ഇട്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഈ സോഷ്യൽ മീഡിയ വഴിയും മെസ്സേജ് അയച്ചുമൊക്കെ പെൺകുട്ടികളെ അസഭ്യം പറയുകയും ഇത്തരത്തിൽ മോശമായ രീതിയിലുള്ള മെസ്സേജുകൾ അയക്കുക എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള തെറ്റാണ്, ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തപ്പെടുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതിനെതിരെ കടുത്ത നിലപാട് പോലീസിന്റെ ഭാഗത്തുനിന്നുകൂടി സ്വീകരിക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി സോഷ്യൽ മീഡിയയെ ഒരു ഭാഗത്ത് വിമർശിക്കുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കുകളൊക്കെ ദോഷമാണ്, അത് പെൺകുട്ടികളെ വഴിതെറ്റിക്കുമെന്നൊക്കെ പറഞ്ഞ് ഒരു ഭാഗത്ത് പ്രസംഗം നടത്തുക, മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കുക, മറുഭാഗത്ത് ഇത്തരത്തിൽ പെൺകുട്ടികൾക്ക് അശ്ലീല മെസ്സേജുകൾ അയച്ചുകൊണ്ട് അവരെ നിർബന്ധിക്കുക എന്നുള്ളതാണ് അദ്ദേഹം സ്വീകരിച്ചു വന്നിട്ടുള്ള നടപടി എന്നുള്ളത്. ഏതെങ്കിലും തരത്തിൽ ഇനി ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് ഇനി നേരിട്ട് പെൺകുട്ടികളെ ഇയാൾ അങ്ങനെ എന്തെങ്കിലും വിധേയമാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ഈ അന്വേഷണത്തിലൂടെയൊക്കെ പുറത്തു വരികയുള്ളൂ. എന്തായാലും ജനം TV വാർത്ത ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നു. മദ്രസ അധ്യാപക സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഭീമാപ്പള്ളി ജമാഅത്ത് കമ്മിറ്റി. ജനം TV വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ തന്നെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.